പ്രേക്ഷകർക്ക് വൻ പ്രതീക്ഷകൾ നൽകി തുടങ്ങി. ഒടുവിൽ പല കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയ നിരവധി മോഹൻലാൽ ചിത്രങ്ങളുണ്ട്. മോഹൻലാലിന്റെ മുടങ്ങിപ്പോയ 6 ചിത്രങ്ങൾ. തിരുനോട്ടം. മോഹൻലാലിന്റെ സുഹൃത്തായ അശോക് കുമാർ സംവിധാനം ചെയ്ത ചിത്രമാണ് തിരുനോട്ടം. ആദ്യ ചിത്രമായ തിരുനോട്ടത്തിൽ അഭിനയിക്കുമ്പോൾ മോഹൻലാലിന് പ്രായം 16. കുട്ടപ്പൻ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേര്. സെൻസർ ബോർഡുമായുള്ള ചില പ്രശ്നങ്ങൾ കാരണം തിരുനോട്ടം വെളിച്ചം കാണാതെ പോവുകയായിരുന്നു. ധനുഷ്കോടി. മോഹൻലാലിനെ അധോലോക നായകനാക്കി പ്രിയദർശന്റെ സംവിധാനത്തിൽ ചിത്രീകരണം തുടങ്ങിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ധനുഷ്കോടി. ആക്ഷൻ ചിത്രങ്ങളുടെ അഗ്രജൻ ടി നാമോദരൻ മാസ്റ്റർ ആയിരുന്നു രചയിതാവ്. രഘുവരൻ, ശ്രീനിവാസൻ തുടങ്ങിയവരായിരുന്നു മറ്റു വേഷക്കാർ. സാമ്പത്തിക കുരുക്കിൽ അകപ്പെട്ട് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ധനുഷ്കോടി. ചോദ്യം. GS വിജയൻ സംവിധാനം ചെയ്ത ചോദ്യം എന്ന ചിത്രത്തിൽ റഹ്മാൻ, ക്യാപ്റ്റൻ രാജു, അശോകൻ, രൂപിണി തുടങ്ങിയവരായിരുന്നു താരങ്ങൾ. ഗസ്റ്റ് റോളിൽ വരുന്ന മോഹൻലാലിന്റെ CBI ഓഫീസർ കഥാപാത്രമായിരുന്നു ചിത്രത്തിന്റെ ഹൈലൈറ്റ്. തമിഴ് നിർമ്മാതാവായ RB ചൗധരി സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ നിർമ്മിച്ച ചിത്രം ചില അപ്രതീക്ഷിത കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ നിർമ്മാതാവ് RB ചൗധരി സംവിധായകൻ KS രവികുമാറിനോടൊപ്പം റഹ്മാൻ, രഘുവരൻ, ശരത്കുമാർ എന്നിവരെ വെച്ച് തമിഴിൽ പുരിയാതെ പുതിർ എന്ന പേരിൽ ഈ ചിത്രം നിർമ്മിച്ചു. ഓസ്ട്രേലിയ. മോഹൻലാൽ കാർ റേസറായി വേഷമിട്ട ഓസ്ട്രേലിയയുടെ സംവിധായകൻ രാജീവ് അഞ്ചലായിരുന്നു. മേനക സുരേഷ് കുമാർ നിർമ്മിച്ച ഈ ചിത്രത്തിലെ മറ്റ് താരങ്ങൾ ശങ്കർ, ജഗദീഷ് തുടങ്ങിയവരായിരുന്നു. ചിത്രീകരണം ആരംഭിച്ചപ്പോൾ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വലിയ പ്രശ്നം തീർക്കുമെന്ന് മനസ്സിലാക്കിയ അണിയറ പ്രവർത്തകർ ചിത്രം തുടക്കത്തിലെ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വർണ്ണച്ചാമരം. ശിവാജി ഗണേശൻ മോഹൻലാൽ ടീമിനെ ഒരുമിച്ച് രാജീവ് നാഥ് സംവിധാനം ചെയ്ത ചിത്രമാണ് സ്വർണ്ണച്ചാമരം. 1978 തച്ചോളി അമ്പു എന്ന ചിത്രം കഴിഞ്ഞ് 18 വർഷത്തിന് ശേഷമായിരുന്നു ശിവാജി ഗണേശൻ മലയാള സിനിമയിൽ അഭിനയിക്കുന്നത്. ദയാവധം പ്രമേയമാക്കി ജോൺ ബോൾ രചിച്ച സ്വർണ്ണച്ചാമരം ആരംഭത്തിൽ തന്നെ ഉപേക്ഷിച്ചു. ഉടനടി കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി ഒരു യാത്രാമൊഴി എന്ന പേരിൽ പ്രതാപ് പോത്തൻ ഈ ചിത്രം സംവിധാനം ചെയ്തു. ചക്രം. ലോഹിതദാസിന്റെ രചനയിൽ ഒരു മോഹൻലാൽ ദിലീപ് ചിത്രം. കമലിന്റെ സംവിധാനം. ചക്രം എന്ന ചിത്രം ഉരുണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷകളും തന്നിരുന്നു. പക്ഷേ കഥയിൽ വന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ പാതി വഴിയിൽ ചക്രം പഞ്ചറായി. ഒടുവിൽ ലോഹിതദാസ് പൃഥ്വിരാജിനെ നായകനാക്കി അതേ പേരിൽ ചിത്രം സംവിധാനം ചെയ്തു.